നമസ്കാരം. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ് എന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ റിയൽ ലൈഫ് യൂസ് കേസസ് ആണ്. അതായത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. ഒരു 5 മേഖലകളിലെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മേഖലകളിൽ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 5 യൂസ് കേസസ് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മുൻപത്തെ 2 വീഡിയോസ് കാണാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ആ വീഡിയോയിലാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. സോ ആ വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് അവർക്ക് ഒന്നും തന്നെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സോ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഏറ്റവും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അതായത് സാമ്പത്തിക മേഖല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ പല പോരായ്മകളാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പരിഹരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. സോ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ബാങ്കുകൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റില്ല. സോ ബാങ്കുകളുടെ പല പോരായ്മകളും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ബാങ്കുകളുടെ കാര്യം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ കൺട്രോൾ നമുക്ക് മേലെ എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള കാശാണ് എന്നുണ്ടെങ്കിൽ പോലും, നമ്മൾ ആ കാശ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് എപ്പോൾ വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ എപ്പോൾ നമ്മുടെ കയ്യിലേക്ക് അത് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം, ഇതിനെല്ലാം തന്നെ നമുക്ക് ബാങ്കിൻ്റെ ഒരു അനുവാദം അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഒരു പെർമിഷൻ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ അവിടെ തീർച്ചയായിട്ടും ഒരു ഫ്രീഡം എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ ഇല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള കാശ് ഒരാൾക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരാളുടെ അനുവാദം എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അതൊട്ടും തന്നെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്നൊരു ദിവസം നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ പൈസ നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു ബാങ്ക് പൂട്ടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ഇത്രയും കാലം പണിയെടുത്തിട്ടുള്ള കാശ് മുഴുവൻ പോയി നമുക്ക് അവിടെ വിഷമിച്ച് അവിടെ മിണ്ടാതിരിക്കാമെന്നല്ലാതെ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. പല ആളുകളുടെയും പല നിക്ഷേപകരുടെയും പൈസ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ പല ബാങ്കുകളിലും ഉടായ്പ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടുള്ള പല വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. സോ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൻട്രലൈസ്ഡ് ആണ് എന്നുള്ളത് തന്നെയാണ്. അതായത് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ആളുകളാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഉഡായ്പ പരിപാടികൾ അല്ലെങ്കിൽ ഒരുപാട് സ്കാം പരിപാടികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി നമ്മുടെ നാട്ടിലെ ബാങ്കുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന RBIയുടെ കാര്യം എടുത്താലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നോട്ടുകൾക്ക് യാതൊരു തരത്തിലുള്ള വാല്യൂവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര മണിക്കൂറാണ് ATMന് മുമ്പിലും ബാങ്കുകൾക്ക് മുമ്പിലൊക്കെ നമ്മൾ ക്യൂ നിന്നിട്ടുള്ളത്. സോ അവർക്ക് തീരുമാനിക്കാം നമ്മളുടെ കയ്യിലുള്ള പൈസയ്ക്ക് വിലയുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് തീരുമാനിക്കാം. സോ അതാണ് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ വലിയ പോരായ്മകൾ എന്ന് പറയുന്നത്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോരായ്മകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം ഉണ്ടായിരിക്കും. അതിനകത്തുള്ള ആ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനകത്തുള്ള ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും പൈസ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ഇത്രയേറെ ഫാൻസ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്രയേറെ പ്രാധാന്യം ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ആൻഡ് പല രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഈ ക്രിപ്റ്റോ കറൻസിക്ക് എതിരായിട്ട് സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ആ ഒരു സാധനം, അല്ലെങ്കിൽ ആ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന സാധനം മുന്നോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അടി കിട്ടാനായിട്ട് പോകുന്നത് ഈ ബാങ്കുകൾക്കായിരിക്കും, ഈ സെൻട്രലൈസ്ഡ് ബാങ്കുകൾക്കായിരിക്കും. ആൻഡ് രണ്ടാമതായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള പല രേഖകളിലും പലതരത്തിലുള്ള ഉഡായ്പകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഭൂമി കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും. ഒരുപാട് തരത്തിലുള്ള തിരുത്തലുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ലാൻഡ് പ്രോപ്പർട്ടീസിൻ്റെ ഡോക്യുമെൻറ്റ്സിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓൾറെഡി ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് ആക്കി കഴിഞ്ഞു. നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഈ ലാൻഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. 2019 സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അവർ യൂസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ റിയൽ എസ്റ്റേറ്റിൽ ഏത് രീതിയിലാണ് നമുക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏത് വ്യക്തിയാണോ ഈ ഒരു ഭൂമി ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ
ഉടമസ്ഥതയിലാണോ ഈ ഒരു ലാൻഡ് ഇരിക്കുന്നത്, ആൻഡ് ആ വ്യക്തി ആർക്കാണ് ആ ലാൻഡ് വിറ്റിട്ടുള്ളത്, ആൻഡ് ആ വിറ്റ വ്യക്തി വേറെ ആർക്കാണ് ലാൻഡ് വിറ്റിട്ടുള്ളത്. അങ്ങനെ എത്ര പേര് കൈമറിഞ്ഞ് പോയാലും ആ ഡാറ്റാസ് എല്ലാം തന്നെ കൃത്യമായിട്ട് ആ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ആൻഡ് ഒരു ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആരൊക്കെയാണ് ആ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത്, ആൻഡ് ആർക്കൊക്കെയാണ് അത് വിറ്റിട്ടുണ്ടായിരുന്നത്, ആർക്ക് വിറ്റു, അവിടെ നിന്ന് എങ്ങനെ കൈമറിഞ്ഞ് പോയി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ അറിയാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. ആൻഡ് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അവിടെ ആർക്കും യാതൊരു തരത്തിലുള്ള ഉഡായിപ്പുകളോ അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ്സിൽ തിരുത്തലുകളും കാര്യങ്ങളും ഒന്നും തന്നെ നടത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ്. പല രാജ്യങ്ങളിലും ഈ രീതിയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. നമ്മുടെ ഇന്ത്യയിലത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ പല രാജ്യങ്ങളിലും ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം അടിപൊളിയായിട്ട് വളരെയധികം ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ പല ആളുകളും ആൾമാറാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വ്യാജ ID കാർഡും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പലതരത്തിലുള്ള സ്കാമുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ആ ഒരു നെറ്റ്വർക്കിനകത്ത് നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ആർക്കും തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉഡായിപ്പ് പരിപാടികൾ അല്ലെങ്കിൽ തിരുത്തലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെയല്ലേ. ആൻഡ് ഏതെങ്കിലും ഒരാൾ വ്യാജ ഐഡന്റിറ്റിയുമായിട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഉഡായിപ്പുകൾക്ക് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് വ്യാജമാണെന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വളരെയധികം അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു മേഖല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളാണ്. അതായത് ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്, നെറ്റ്ഫ്ലിക്സ് ഒരു വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. അങ്ങനത്തെ പലതരത്തിലുള്ള വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ പോലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ പോലും എന്ത് തരം കോണ്ടന്റുകളാണ് ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് അതിൽ വീഡിയോസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക, കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അവർ പറയുന്ന പോലത്തെ വീഡിയോസ് അല്ലാതെ നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിൽ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ അപ്ലോഡ് ചെയ്യാനോ കാര്യങ്ങൾക്കോ സാധിക്കില്ല. മാത്രമല്ല യൂട്യൂബിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, ഇപ്പോൾ എൻ്റെ വീഡിയോസ് തന്നെ എനിക്ക് ഇടയ്ക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കോപ്പിറൈറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ വന്ന് എടുക്കാറുണ്ട്. അതായത് എൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ ഏതോ ചാനലുകളിൽ ആളുകൾ പബ്ലിഷ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണാറുണ്ട്. സോ ആ ഒരു പ്രശ്നത്തിനും ഇവിടെ പരിഹാരം ലഭിക്കുന്നതായിരിക്കും. അതായത് ഒരാൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ അയാളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് ഈ ഒരാളുടെ ആണ് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു നെറ്റ്വർക്കിനകത്ത് കൃത്യമായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് അത് മോഷ്ടിച്ചുകൊണ്ട് അവിടെ പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും വളരെ അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. ആൻഡ് അത് മാത്രമല്ല വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ആളുകൾക്കും അത് കാണുന്ന ആളുകൾക്കും ഒരു ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അടിപൊളിയായിട്ടുള്ള കാര്യമാവില്ലേ. തീർച്ചയായിട്ടും അതുപോലുള്ള പ്രൊജക്റ്റുകൾ ഇന്ന് നിലവിലുണ്ട്. നമ്മൾ മുൻപോട്ട് സംസാരിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ മുൻപോട്ടുള്ള വീഡിയോസ് നമ്മൾ അതിനെ പറ്റിയിട്ടെല്ലാം തന്നെ നമ്മൾ സംസാരിച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്ട്രീമിങ്ങിനും തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. ആൻഡ് അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ വോട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വാർത്തകളിൽ തന്നെ ഒരുപാട് ഹിഡൻ ക്യാം വീഡിയോസ് കാണാറുണ്ട്, കള്ളവോട്ടുകളും കാര്യങ്ങളും ചെയ്യുന്ന വീഡിയോസ് കാണാറുണ്ട്. അല്ലെങ്കിൽ അവിടെയുള്ള അധികൃതർ തന്നെ ആളുകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന ചിഹ്നത്തിൽ കുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് കുത്തിപ്പിക്കുന്ന വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. സോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് ഈ വോട്ടിംഗ് സിസ്റ്റം മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെയുള്ള ഉഡായിപ്പ് പരിപാടികൾ നടക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ കൺട്രോൾ ചെയ്യാത്തൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ, ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ട് തന്നെ നടന്നു പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആർക്കും തന്നെ അവിടെ കൈ കടത്തിക്കൊണ്ട് ഉഡായിപ്പുകൾ കാണിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഭാവിയിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് എന്ന് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. പല മേഖലകളിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങളും പലതരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് സാധ്യതയുള്ള ഒരു ടെക്നോളജി തന്നെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ടെക്നോളജി ലോകത്ത് വളരെ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ
ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കാര്യം തന്നെ എടുക്കാം. അതായത് നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ടെക്നോളജി വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി വളരെ ഗംഭീരമായിട്ട് വളരാനും അത് ലോകത്ത് തന്നെ വളരെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോൺ പരിഹരിച്ച പ്രശ്നം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തുള്ള ആൾക്ക് മറ്റൊരു സ്ഥലത്തുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള രീതി എളുപ്പമാക്കി. അവർക്ക് കോൾ ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അവർക്ക് ആശയവിനിമയം നടത്താനായിട്ട് സാധ്യമാക്കിയ ഒരു ടെക്നോളജിയാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഏത് നിലയിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് വോയിസിലൂടെ മാത്രം സംസാരിക്കാൻ സാധിച്ചിരുന്ന ആ ഒരു ടെക്നോളജിയിലൂടെ നമുക്ക് ഇന്ന് കണ്ടുകൊണ്ട് പോലും സംസാരിക്കാം, നേരിട്ട് കണ്ടുകൊണ്ട് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ടെക്നോളജി വളർന്നിട്ടുണ്ട്. സോ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ആ ഒരു ടെക്നോളജി വന്നത്. സോ ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്ത് നിലനിൽക്കുന്ന പല മേഖലകളിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ലോകത്ത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിൻ്റെ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിലാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ അടുത്ത വീഡിയോ മുതൽ നമ്മൾ ക്രിപ്റ്റോ കറൻസികളെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ അതിൻ്റെ ബേസിക്സും കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിപ്റ്റോ കറൻസിയെ പറ്റി സംസാരിക്കാം. സോ അടുത്ത വീഡിയോ മുതൽ ആ കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.